വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലോഗോ ഫുഡി ബൈ മീനു. അപ്പോൾ ഇന്ന് നമ്മൾ അക്കാഫിൻ്റെ പൊന്നോണ കാഴ്ചയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിക്കാം. അങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അക്കാഫിൻ്റെ പൊന്നോണ കാഴ്ചയിൽ പങ്കെടുക്കാൻ പോയത്. പക്ഷേ എനിക്ക് അത്ര നല്ലൊരു അനുഭവം ആയിരുന്നില്ല അവിടെ നിന്ന് കിട്ടിയത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്തത്. എൻ്റെ ഇൻട്രോ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് അവിടെ ചെന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങി നല്ല രീതിയിൽ എനിക്കൊരു വീഡിയോ ഇടണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടാണ് ചെന്നത്. പക്ഷേ എനിക്കൊന്ന് രണ്ട് കാര്യത്തിൽ എനിക്ക് അത്രയും ഒരു സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം, നമ്മൾ മലയാളികൾക്ക് ഓണം എന്ന് പറയുന്നത് ഒരു വലിയ വികാരമാണ്. നമ്മുടെ നാടിൻ്റെ ഉത്സവമാണ് ഓണം. അത് ജാതി മതഭേദമന്യേ നമ്മളെല്ലാവരും ആഘോഷിക്കുന്നതാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് മാറി വേറൊരു രാജ്യത്ത് നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ അത്രയും പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ പല തിരക്കുകളും മാറ്റിവെച്ചിട്ട് അതും ഇങ്ങനൊരു വലിയൊരു ഇവൻറ്റ്, ഇതൊരു വലിയ ഇവൻ്റ് ആയിരുന്നു. വേൾഡ് ട്രേഡ് സെൻറ്ററിൽ അവർ ഓർഗനൈസ് ചെയ്തൊരു വലിയ ഇവൻ്റ് ആയിരുന്നു. പെർ പേഴ്സൺ 40 dirhams ആണ് അതിൻ്റെ ടിക്കറ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പോയി. അതിൻ്റെ ബാക്കി ഓർഗനൈസ് ചെയ്തിരുന്നത്, അതായത് പ്രോഗ്രാംസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല ഓളവും ഒക്കെ ആയിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇവർ കുറേ കോമ്പറ്റീഷൻസും ഒക്കെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓണസദ്യ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓണസദ്യ നമ്മൾ വർഷത്തിൽ ഒന്നേ കഴിക്കാറുള്ളൂ. അപ്പോൾ അത് നമ്മൾ അത്ര പ്രതീക്ഷയോടുകൂടി ചെന്നപ്പോൾ 4 മണിക്കാണ് ഓണസദ്യ കിട്ടിയത്. അത് പോരാഞ്ഞിട്ട് അവിയൽ, പപ്പടം, തോരൻ, അങ്ങനെ പല കറികളും നമുക്ക് കിട്ടിയില്ല. അതൊരു പ്രോപ്പർ സദ്യയായിട്ട് കഴിക്കാൻ പറ്റിയില്ല. അത് വളരെയധികം ഡിസാറ്റിസ്ഫൈഡ് ആയിരുന്നു. അത് ഒട്ടും അക്സെപ്റ്റബിൾ അല്ല. കാരണം വർഷത്തിൽ ഒന്നാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും പ്രതീക്ഷയോടെ പോകുമ്പോൾ നമുക്കിങ്ങനെ ഒരു നല്ലൊരു അനുഭവം അല്ലാതിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് അക്സെപ്റ്റബിൾ അല്ല. അതിൽ ഇതിൻ്റെ അക്കാഫിൻ്റെ ഭാരവാഹികൾ ശ്രദ്ധിക്കണമായിരുന്നു. കാരണം 40 dirhams ഒരു ടിക്കറ്റിന് എത്ര ടിക്കറ്റ് അവർ വിറ്റു എന്നുള്ളത് അവർക്ക് വ്യക്തമായ കണക്കുണ്ടാവും. അപ്പോൾ അത്രയും ആൾക്കാർ അവിടെ വരുമ്പോൾ അത് പ്രോപ്പറായിട്ട് അവരെ ട്രീറ്റ് ചെയ്ത് അവരെ അങ്ങനെ ഫുഡ് കൊടുക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. അതത് ചെയ്തില്ല. അത് വളരെ മോശമായിപ്പോയി. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ കുറേ കോമ്പറ്റീഷൻസ് നടന്നു. പക്ഷേ ആ കോമ്പറ്റീഷൻസിൻ്റെ ട്രാൻസ്പാരൻസി 100% ആണെന്ന് എനിക്ക് തോന്നിയില്ല. അത് ഡിസേർവിംഗ് ആയിട്ടുള്ള പല ആൾക്കാർക്കും പ്രൈസ് കിട്ടിയിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ കൊണ്ട് ആണ് എനിക്ക് മോശം അനുഭവമാണെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ഇവർ ചെയ്ത നല്ലൊരു കാര്യമുണ്ട്. മാതൃവന്ദനം എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തി. അതായത് ഇവിടെ വളരെ ഫൈനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത കുടുംബത്തിലുള്ള അമ്മമാരെ, ഒരു 25 അമ്മമാരെ അവർ UAE കൊണ്ടുവന്ന് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തു. അത് വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു നല്ലൊരു ഇനിഷ്യേറ്റീവായിരുന്നു. അപ്പോൾ അത് നമ്മൾ നല്ലത് കണ്ടാൽ നമ്മൾ നല്ലത് തന്നെ പറയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് അവർ ചെയ്ത നല്ലൊരു കാര്യമാണ്. അതിന് പ്രത്യേകം ഭാരവാഹികളെ അഭിനന്ദിക്കുന്നു. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഇങ്ങനെയുള്ള വലിയ വലിയ പ്രോഗ്രാംസ് ഇത്രയും ഇതിന് വലിയ പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ചെയ്യുമ്പോൾ അതിൽ ആൾക്കാർ വരുമ്പോൾ നിങ്ങൾക്ക് എത്ര പേരെയാണോ പ്രോപ്പറായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിന് അനുസരിച്ചിട്ട് നിങ്ങൾ ടിക്കറ്റ് സെല്ല് ചെയ്യുക. അല്ലാണ്ട് ടിക്കറ്റ് എല്ലാം സെല്ല് ചെയ്ത് ആൾക്കാർ വന്നു കഴിയുമ്പം ഭക്ഷണം ഇല്ല, അല്ലെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് നല്ലൊരു രീതിയല്ല. അപ്പോൾ ഈ വീഡിയോ അക്കാഫിൻ്റെ ഏതെങ്കിലും ഭാരവാഹികൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എന്നുള്ളത് ഷെയർ ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് ഇയർ അടിപൊളിയായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ നടത്തുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.